ഹലോ 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 ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കേൾക്കുമ്പോൾ ഓർക്കും ഇത് ഇത്ര വലിയ ആനക്കാരിയാണെന്ന്. ആനക്കാരി തന്നെയാണ് കേട്ടോ. പലതരം കച്ചവടക്കാർ നമ്മുടെ വീടുകളിൽ എത്താറുണ്ട്. പ്രത്യേകിച്ച് കർട്ടൻ, ബെഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നതിനായിട്ട് വരുന്നവർ സൂക്ഷിക്കുക. തൃശ്ശൂർ മാളയിൽ കർട്ടൻ വിൽക്കാനെന്ന വ്യാജേന ഒരാൾ ഒരു വലിയൊരു വീടിന് മുമ്പിലെത്തി. കുറേ പ്രാവശ്യം വിളിച്ച് മുമ്പസ്ഥലം അങ്ങോട്ടും നടന്നു. എന്നിട്ട് ചെയ്ത പണി അവിടെ കർട്ടൻ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വള്ളി മുറിച്ചിട്ടിട്ട് പോയി. CCTV ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതോ ഇനി ഇതൊന്നും പുത്തരിയല്ല എന്നുള്ള രീതിയിൽ മുറിച്ചിട്ടിട്ട് പോയതാണോ? അവരെ ഇനി ചെല്ലുമ്പോൾ മേടിക്കും എന്നോർത്താണോ? അതോ ഇനി അവരോട് വല്ല ദേഷ്യം തോന്നിയിട്ടാണ് മുറിച്ചിട്ടാണോ? ഒന്നും പറയാൻ പറ്റില്ല. ഇതാണെങ്കിലും അതൊരു ക്രിമിനൽ മൈൻഡ് തന്നെയാണ് കാണിക്കുന്നത്. വല്ലവരുടെ വീട്ടിൽ അവരുടെ അധ്വാന ഫലം കൊണ്ട് പൈസയും കൊണ്ട് മേടിച്ച് തൂക്കിയിട്ട കർട്ടൻ അതിൻ്റെ വള്ളി പൊട്ടിച്ച് കളയുക എന്ന് പറയുന്നത് ശരിയായ ഒരു നടപടിയല്ലോ. പ്രത്യേകിച്ച് അവിടെ ആളില്ല എന്ന് മനസ്സിലാക്കിയുണ്ട്. കള്ളത്തരം തന്നെയാണത്. മാത്രമല്ല, ഒരുപക്ഷെ അവിടെ വല്ല സ്ത്രീകൾ മാത്രം ഉള്ളായിരുന്നെങ്കിൽ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമായി അവരെ തട്ടിയിട്ട് അത് എടുത്തുകൊണ്ട് പോകാം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നിരിക്കും. ഇത് പറയാൻ കാരണം കേരളത്തിൽ ഇതുവരെയും തെളിയിക്കപ്പെടാത്ത ഒരു കൊലപാതകം. അത് ആ സ്ഥലം ഞാൻ കറക്റ്റായിട്ട് ഓർക്കണം. ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു, അവരുടെ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അയൽവാസിയുടെ ഒരു മൊഴിയാണ് കർട്ടൻ വിൽക്കുന്ന ആളുകൾ അവിടെ ആ പ്രദേശത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൊലപാതകത്തിൽ അവരെയാണ് സംശയിക്കുന്നത്. പക്ഷേ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നാണ്. വർഷങ്ങളായി ഇന്നത്തെ അത്ര CCTV പിന്നെ സാങ്കേതിക വിദ്യ ഒന്നും അത്ര പുരോഗമിക്കാത്ത സമയത്താണ്. അതൊന്നും ഇല്ലാത്തപ്പോഴും പോലീസുകാരെ കേസ് തെളിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു തുമ്പുമില്ലായിരുന്നിട്ട് പോലും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കർട്ടൻ വിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വരുന്നവരെ ഒന്ന് സൂക്ഷിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ നേരത്തെ ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് ഞങ്ങൾ വീടൊക്കെ മേടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഒരിക്കൽ അതിരാവിലെ കർട്ടൻ വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ 3 നില ഫ്ലാറ്റ് ആയതുകൊണ്ട് ഓണറാണോ മാഡം എന്നൊക്കെ ചോദിച്ചു. മാഡം വിളി കേൾക്കുമ്പോൾ അറിയാലോ. അപ്പോൾ അല്ലാന്ന് പറഞ്ഞു. അല്ലേ, ഞാനോർത്തു ഓണറായിരിക്കും, വല്ല തട്ടിക്കളയാൻ വല്ലതായിരുന്നിരിക്കും. അതിൻ്റെ ഞാൻ വാതിലടച്ചിട്ട് ഞാൻ ജനലേക്കേ കൂടെ നോക്കിയപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി അങ്ങ് പോവുകയാണ്. വണ്ടി ആ ഗേറ്റിന് മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, റോഡ് സൈഡിൽ തന്നെയായുണ്ട്. അതിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരുണ്ട്. അതിൻ്റെ ഓണറാണെന്നാണ് വിചാരിച്ചതെന്നൊക്കെ. ഈ കർട്ടൻ വിൽക്കാൻ വരുന്ന ആളുകൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ കള്ളന്മാരാണെന്നുള്ളത്. അവർ വിൽപ്പനയ്ക്ക് വേണ്ടി വരുന്നതല്ല, മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയാൻ, ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാം അന്വേഷിച്ചറിയാൻ വേണ്ടി വരുന്നതാണെന്നുള്ളത്. അതുകൊണ്ട് കച്ചവടക്കാർ വീടുകളിൽ വരുമ്പോൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കാം അവരുടെ ഉദ്ദേശം കച്ചവടമല്ല എന്നുള്ളത്. ഈ കർട്ടൻ വിൽപ്പനക്കാർ മാത്രമല്ല കേട്ടോ, ഈ പല ഇങ്ങനെ പിരിവുകാർ വന്നിട്ടുണ്ടല്ലോ വീടുകളിൽ കൂടെ. ഈ അഗതി മന്ദിരത്തിലേക്ക് ഡ്രസ്സ് ആവശ്യമുണ്ട്, പൈസ ആവശ്യമുണ്ടെന്ന് അവരെയൊക്കെ സൂക്ഷിക്കും. പിന്നെ ഇതുപോലെ കർട്ടൻ വിൽപ്പനക്കാർ അങ്ങനെ എന്തെങ്കിലും ആളുകൾ ഏതെങ്കിലും വാഹനത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ആ വാഹനത്തിൻ്റെ നമ്പറെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. ഇതിനു മുമ്പ് ആ വീട്ടിൽ ഇങ്ങനെ പലതവണ സംഭവിച്ചിട്ടുണ്ട്. ആളില്ലാത്തപ്പോൾ വന്ന് ഫലങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. എന്തെല്ലാം ലക്ഷ്യമാക്കിയാണ് അവർ വരുന്നത്. ഇത്തരത്തിൽ വീടുകളിൽ കൂടി കൊണ്ടുവന്ന് വിൽക്കുന്ന ബെഡിനൊന്നും വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. കാരണം അതൊക്കെ വെട്ടിപ്പൊളിച്ച് നോക്കുമ്പോൾ വെറും പൊള്ളയായിരിക്കും. ഈ പാഴ്വസ്തുക്കളൊക്കെ കുത്തി കയറ്റിക്കുന്നതാണത്. ലോകത്തില്ലാത്ത വിലയായിരിക്കും താനും. അപ്പോൾ എല്ലാവരും ഓർക്കണത് കൊണ്ടു തരണമല്ലോ, വണ്ടിക്കൂലി ലാഭം എന്നൊക്കെ ഓർത്ത് മേടിക്കുന്നതായിരിക്കും. ഇല്ല, പുറം മോടി മാത്രമേ അതിന് കാണുള്ളൂ. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കടകളുണ്ടല്ലോ, കടകളിൽ പോയി മേടിക്കാമല്ലോ. എന്തിനാണ് വെറുതെ അപകടം സ്വയം ക്ഷണിച്ചു വരുത്തുന്നത്? പിന്നെ ഇങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെ വീടുകളിൽ വരുമ്പോൾ പരമാവധി വാതിൽ തുറക്കാതിരിക്കുക. അവരെല്ലാം മുളകൊടിയൊക്കെ കണ്ണിലിട്ടിട്ടാണ് പിന്നെ ആക്രമിക്കുന്നതെങ്കിലും വല്ല ജനലൊക്കെ തുറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സംസാരിക്കുക, അങ്ങനെ മാത്രം സംസാരിക്കുക. അങ്ങനെയുള്ള കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ അവർ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് വെറുതെ പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെന്തെങ്കിലും ആക്രമിച്ച് നമ്മുടെ ആരോഗ്യമോ ജീവനോ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ നമുക്ക് മാത്രം നഷ്ടവും. സ്ത്രീകൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്പറൊന്ന് നോട്ട് ചെയ്യാൻ പോകുമ്പോഴുണ്ട് പുറത്തിറങ്ങാതിരിക്കുക. കർട്ടൻ വിൽക്കാനെന്ന വ്യാജന വന്ന് കർട്ടൻ മുറിച്ചിട്ടിട്ടു. CCTV ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇത്ര ധൈര്യമായി ഇതുപോലെ ചെയ്യണമെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ലല്ലോ.